കർണാടക മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ പി.സി. വിശ്വനാഥ്, റോജി എം. ജോൺ എന്നിവരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബംഗളൂരുവിലെത്തി. രമേശ് ചെന്നിത്തല രാവിലെ ബംഗളൂരുവിലേക്ക് തിരിക്കും. നാളത്തെ മന്ത്രിസഭായോഗം മറ്റന്നാളത്തേക്ക് മാറ്റി. ആറോഷിപ്പാലുണ്ട്. ആറോഷിപ്പാൽ, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം മുഖ്യമന്ത്രിയടക്കം നാളെ ഡി.കെ. ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാരെല്ലാവരും തിരിച്ചു. അരുൺകുമാർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ടോടെ തന്നെ കർണാടകയിൽ എത്തിക്കഴിഞ്ഞു, ബംഗളൂരുവിൽ എത്തിക്കഴിഞ്ഞു. നാളെ രാവിലെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരുവിലേക്ക് തിരിക്കുക. ഇന്ന് രാത്രിയോടെ തന്നെ പി.സി. വിശ്വനാഥ്, റോജി എം. ജോൺ എന്നീ മന്ത്രിമാരും അങ്ങോട്ടേക്ക് തിരിക്കും. ഈ റോജി എം. ജോണും പി.സി. വിശ്വനാഥ് നേരത്തെ തന്നെ കർണാടകയുടെ ചുമതലയുണ്ടായിരുന്ന AICC സെക്രട്ടറിമാരായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഇവർ രണ്ടുപേരും കർണാടകയുടെ ചുമതലയിൽ മുഴുവൻ സമയം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവരാണ്. രമേശ് ചെന്നിത്തല അവിടെ AICCയുടെ നിരീക്ഷകൻ കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരിക്കെ രമേശ് ചെന്നിത്തല ദേശീയ അധ്യക്ഷനായിരിക്കെ അവിടെ ഡി.കെ. ശിവകുമാർ സംസ്ഥാന നേതാവ് കൂടിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആത്മബന്ധം കൊണ്ടാണ് ഈ മുഖ്യമന്ത്രി, മന്ത്രിമാരടക്കം എല്ലാവരും കർണാടകയിലേക്ക് തിരിക്കുന്നത്. വലിയ ആഘോഷമാക്കി അവിടെ ഡി.കെ. ശിവകുമാറിന്റെ സ്ഥാനാരോഹണം നടക്കുമ്പോൾ അവിടെ സാക്ഷിയാകാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അടക്കം എത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നാളെ ചേരേണ്ട മന്ത്രിസഭാ യോഗം അത് മറ്റന്നാൾ രാവിലേക്ക് മാറ്റിയത്. മറ്റന്നാൾ രാവിലെ ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിയമസഭ 9 മണിക്ക്. 8 മണിക്ക് മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ടായിരുന്നു നേരത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നത്. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. നാളത്തെ മന്ത്രിസഭാ യോഗം മറ്റന്നാളത്തേക്ക് മാറ്റി. ഡി.കെ. ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബംഗളൂരുവിൽ പോകുന്നതിന്റെ ഭാഗമായാണ്.